ഹലോ. രാവിലെ അല്പം കപ്പ പുഴുങ്ങിയത്, ഇച്ചിരി മീൻകറി, പിന്നെ കട്ടൻ ചായ തിളപ്പിച്ചത് മധുരമില്ലാതെ. രാവിലെ നല്ല ടേസ്റ്റോടു കൂടി രാവിലത്തെ ലഘുഭക്ഷണമായിട്ടും കഴിക്കുകയാണ്. നല്ല കപ്പയാണ്. നിങ്ങളൊക്കെ നാട്ടിൽ കപ്പയ്ക്കെന്താ വില? ഇവിടെ 4 കിലോ 100 രൂപയുള്ളൂ. ഇവിടെ എന്ന് പറയുമ്പോൾ ഗുരുവായൂർ, ചിലയിടത്തൊക്കെ, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ 30-35 ഉണ്ട്. എന്തായാലും ഞാൻ 25 രൂപയ്ക്ക് 4 കിലോ കപ്പ മേടിച്ചതാണ്. രാവിലത്തെ ഒരു നേരത്തെ ഭക്ഷണം കപ്പയാണ്. അപ്പം കപ്പയ്ക്ക് കറി എന്നൊക്കെ പറയുന്നത് മാങ്ങ അച്ചാറുണ്ട്. കഴിഞ്ഞ വർഷം മാങ്ങ അച്ചാറിട്ടതാണ്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടിരിപ്പുണ്ട്. അതും ഒരു കാന്തകാരി ഉപ്പിലിട്ടത്, രണ്ടും കൂടെ ഒന്നിച്ച് വിളമ്പിരിക്കുക ഈ പാത്രത്തിൽ. അപ്പോൾ നല്ല ഭയങ്കര എരിവാണ് മുളകിന്. പിന്നെ മീൻകറി എന്ന് പറഞ്ഞാൽ വാളയാണ്. നന്നായിട്ട് കുടംപുളി ഇട്ട് കറി വെച്ചെടുത്തതാണ്. ഭയങ്കര ടേസ്റ്റാണ്. അതും 3-4 ദിവസമായതാണ്. ഈ കപ്പയെന്ന് പറയുന്നത് നന്നായിട്ട് വേകുന്ന കപ്പയാണ്. ഭയങ്കര ടേസ്റ്റാണ് തിന്നാൻ. ചാള നല്ലതാണ് കപ്പയ്ക്ക്. ചാളയ്ക്കിപ്പോൾ എന്താ വരിക? 260-300 ഒക്കെ അല്ലേ. ചാള മേടിച്ചെങ്ങനെ മുതലാകാൻ? അതുപോലെ ചാള മേടിച്ചാൽ എണ്ണ വേണം. എണ്ണയ്ക്കാണ് ഇപ്പോൾ എന്താ വില? എണ്ണ മേടിച്ച് മീൻ വറുക്കാൻ പറ്റത്തില്ല. എണ്ണയ്ക്കിപ്പം വില കൂടിയതുകൊണ്ട് ഇപ്പം തെങ്ങുതോപ്പിനൊക്കെ സെക്യൂരിറ്റി നിർത്തേണ്ട വില വന്നിരിക്കുന്നത്, കാവൽ. ആണ് തേങ്ങ താഴെ വീണാൽ കിട്ടണ്ടേ? ആൾക്കാരുടെ എടുക്കേണ്ട പോയി തെറ്റ് പറയാനില്ല. വില കൊടുത്ത് മേടിക്കുമ്പോൾ 10 രൂപയാവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ നോക്കിയപ്പം കപ്പയും അച്ചാറും കാന്താരിയും മതി, നല്ലതാണ്. അല്പം മീൻകറിയുടെ ചേർത്ത് മാത്രം. ഞാൻ കപ്പയെന്ന് ഇവിടെ പറയുമ്പം ഈ നാട്ടിൽ കപ്പയെന്ന് പറയുന്നത് മധുരക്കിഴങ്ങിനാണ്. ഇതിൻ്റെ പറയുന്നത് കൊള്ളി എന്നാണ്, കൊള്ളി. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. രാവിലെ ഈ കപ്പയും സെറ്റാറ് നല്ല എരിവുള്ള കാന്താരിമുളകും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തിന്നാൽ പിന്നെ ഉടനെയൊന്നും വിശക്കത്തില്ല. ഷുഗറുള്ളവർക്കൊന്നും കപ്പ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എന്നാലും ഇടയ്ക്കൊക്കെ 1 കിലോ ഒക്കെ മേടിച്ച് ഇതുപോലെ പുഴുങ്ങിയൊക്കെ തിന്നുന്നത് നല്ലതാണ്. ഷുഗറില്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല, കപ്പ തിന്നണം. നിങ്ങളുടെ രാവിലത്തെ ഭക്ഷണമൊക്കെ എന്താണ്? മിക്കവാറും വീടുകളിലൊക്കെ ഈ പലഹാരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കപ്പയൊന്നും അതിന് ഉണ്ടാക്കി തിന്നാൻ തയ്യാറാവുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കും കപ്പ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അവർക്കെല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കിട്ടും. കപ്പ തിന്നാനവർക്ക് സമയമില്ല. അവർക്ക് മിക്സർ, ബിസ്ക്കറ്റ്, പിന്നെ ഇപ്പോൾ പുതിയ പലഹാരം കടകളുണ്ടല്ലോ, അതൊക്കെയാണ്. എനിക്കിഷ്ടം ഏറ്റവും കൂടുതൽ കപ്പയാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ കപ്പയാണ് കഴിക്കുന്നത്. അത് പണ്ട് തൊട്ടുള്ള ശീലമാണ്. മാവ് കൊണ്ടുള്ള അല്ലെങ്കിൽ ചായക്കടക്കാൻ പലഹാരങ്ങൾ കഴിപ്പില്ല. പിന്നെ ഇത് കഴിക്കുമ്പം ഒരു നല്ല സുഖമാണ്. കാന്താരിമുളക് ഉപ്പിലിട്ടെന്ന് പറയുമ്പോൾ ഇതുപോലെ കാന്താരിമുളക് ഉപ്പിലിട്ടത് ഈ വെള്ളമുളകാണ്. ഉപ്പിലിട്ട് വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഭയങ്കര എരിവാണ്. അപ്പോൾ ഇത് കഴിച്ച് കപ്പയും കൂടെ തിന്നുമ്പോൾ നല്ലതാണ്. കാന്താരിമുളക് നന്നായിട്ട് കഴുകി ഉണങ്ങിയിട്ട് വെള്ളം വലിച്ചിട്ട് നല്ലെണ്ണ കടുക് വറുത്ത് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് ഇത് കടുക് കൂടെ പൊട്ടിച്ചിട്ട് ഇട്ട് വെച്ചത് 1 വർഷമായി. വിനാഗിരി നന്നായിട്ട് ഒഴിക്കണം. അപ്പോൾ നല്ല പുളിയുണ്ട്. അപ്പോൾ ആ പുളിയും എരിവെല്ലാം കൂടെ കൂട്ടി കപ്പ തിന്നുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ മീൻ്റെ കഷ്ണങ്ങൾ നല്ലതാണ്. ഇത് വാളയാണ്. വാളയ്ക്ക് ഭയങ്കര രുചിയാണ്. വാള എന്ന് പറഞ്ഞാൽ കായൽ വാളയാണ്. അത് ഭയങ്കര നെയ്യുള്ള വാളയാണ്. അപ്പം അതുകൊണ്ട് അത് നല്ല സൂപ്പറാണ് കേട്ടോ.
ഇതും തിന്നാനായിട്ട് നമുക്ക് പറ്റണം, അത് നല്ലതാണ്. പിന്നെ കട്ടൻ ചായയാണ്, കട്ടൻ ചായ ഇങ്ങനെ കപ്പ തിന്നാൻ ഏറ്റവും നല്ലത്. അപ്പോൾ അതിങ്ങനെ കട്ടൻ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളപ്പിച്ച് നല്ല ചൂടുണ്ട് കേട്ടോ. എരിവുള്ള കാന്താരിയും കൂടെ കൂട്ടി കഴിയുമ്പോൾ സൂക്ഷിച്ചോണം, നാവൊക്കെ എരിയാതെ. അപ്പോൾ ഇങ്ങനെ കട്ടൻ കാപ്പി എടുത്ത് കുടിക്കുമ്പോൾ എന്ത് രുചിയാന്ന് നടക്കും. ഞാനിപ്പോൾ തിന്നുമ്പം ഞങ്ങളുടെ പഴയകാല ജീവിതത്തെ ഓർക്കുക. പണ്ടൊക്കെ ഭയങ്കര ദാരിദ്ര്യമല്ലായിരുന്നു. അന്ന് ഈ മീനൊന്നും കിട്ടാനില്ല, മീനുണ്ടെങ്കിൽ മേടിക്കാൻ പൈസ ഇല്ല. പിന്നെ ഇതുപോലെ മുളക് ചമ്മന്തി തന്നെയാണ് ഇന്ന് വീട്ടിൽ വെച്ച് ഇങ്ങനെ കപ്പ തിന്നോണ്ടിയത്. അന്നത്തെ കപ്പയ്ക്ക് ഭയങ്കര കയ്പുമാണ്, എന്നാൽ ഇന്നത്തെ കപ്പയ്ക്ക് കയ്പൊക്കെ കുറവാണ്. പിന്നെ ഇറച്ചി മേടിക്കണമെന്നുണ്ട്. 1 കിലോ ഇറച്ചിക്ക് എത്ര 400 രൂപയാണ് കണ്ടോ. ഇപ്പോൾ ഇറച്ചി മേടിച്ചൊന്നും നടക്കില്ല. പിന്നെ ഈ മീനാണ് ഏറ്റവും നല്ലത്. മീനും കുഴപ്പമൊന്നുമില്ല, ഇറച്ചിയെക്കാട്ടി നല്ലതാണ് മീൻ. അപ്പം മീനുള്ളതുകൊണ്ട് അങ്ങനെ പറയാം കേട്ടോ. ഇറച്ചിയുടെ പറയും മീനിനെക്കാട്ടി നല്ലതെന്ന് പറയും. അപ്പം ഞങ്ങൾ കപ്പ തിന്നണം കേട്ടോ, കപ്പ നല്ലതാണ്. അപ്പം നിങ്ങൾ കഷ്ടപ്പെട്ട് പറമ്പിൽ കൃഷി ചെയ്ത് കപ്പയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ നാട്ടിൻപുറത്തെ ഭക്ഷണങ്ങളൊക്കെ കപ്പയാണ്, അവർക്ക് നല്ല സന്തോഷകരമാണ് കപ്പയൊക്കെ തന്നെ. ഇവിടെയെന്ന് പറയുമ്പോൾ ഈ കപ്പ എല്ലാവരും വേവിച്ച് തിന്നുവാന്ന് തന്നെ ചുരുക്കമാണ്. ഇവിടുത്തെ 1 കിലോ കപ്പയൊക്കെ മേടിച്ചിട്ട് കൊണ്ടുപോയിട്ട് കപ്പ ചെറിയ ചാറ് പോലെ വെക്കുക. അപ്പം എന്നിട്ട് കറിക്ക് വേറെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നമുക്കാണെങ്കിൽ കപ്പയ്ക്ക് വേറെ കറി വേണം. ചിലപ്പോൾ ഞാൻ കപ്പയ്ക്ക് ഈ ഇറച്ചി വാങ്ങാറുണ്ട്. ഇറച്ചി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന നെഞ്ചടി, അതിനും ഭയങ്കര വിലയാണ്. അതിന് മാംസമൊന്നുമില്ല, പക്ഷേ ഭയങ്കര വിലയാണ്. അതായത് ചിലപ്പം ഒരാഗ്രഹം കയറുമ്പം പോയി അത് മേടിക്കും, എന്നിട്ട് തിന്നും. പിന്നെ പോട്ടി നല്ലതാണ് കേട്ടോ. പോട്ടി കിട്ടാൻ വേണം. ഇവിടെ 1 കിലോ പോട്ടിക്ക് 250 രൂപ വിലയാണ്. പണ്ടൊക്കെ ആർക്കും വേണ്ടായിരുന്നു, ചുമ്മാ കിട്ടുന്ന സാധനമായിരുന്നു. ഇപ്പോൾ ചുമ്മാ ഒന്നും കിട്ടത്തില്ല. ഇപ്പോൾ അതെല്ലാം ഭയങ്കര വിലയായി, ഭയങ്കര ഡിമാൻഡാണ്. അതും കിട്ടണമെങ്കിൽ നേരത്തെ പറയണം. അങ്ങനെയൊക്കെ. എന്നാലും മീൻ പിന്നെ നേരത്തെ ബുക്ക് ചെയ്യൊന്നും ചെയ്യണ്ട, എപ്പം ചെന്നാലും മീൻ കിട്ടും. അതുകൊണ്ട് പിന്നെ പോട്ടിക്കും ഈ നെഞ്ചടിക്കും ഡിമാൻഡുള്ള പോലെ മീനിന് കുഴപ്പമില്ല. പിന്നെ ഇതുപോലത്തെ നല്ല മാങ്ങ അച്ചാർ കേട്ടോ. മാങ്ങ അച്ചാർ ഇട്ടിട്ട് അപ്പം തന്നെ എടുക്കരുത്, ഒരു കുറച്ച് നാൾ ഇട്ടിരിക്കണം. ഇരുന്ന് കഴിയുമ്പോൾ മാങ്ങയിലേക്ക് നല്ല എരിവും ഉപ്പും വിനാഗിരിയും എരിവുമൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ആ മാങ്ങയ്ക്ക് വേറെ രുചിയാണ്. അത് തിന്നാൻ ഭയങ്കര സുഖം കിട്ടും. അപ്പം ഞാൻ രാവിലെ ഏകദേശം ഒരു 2 കപ്പ എടുത്തിട്ടുള്ളൂ. 2 കപ്പയെന്ന് പറയുമ്പോൾ എല്ലാം കൂടെ 1/2 കിലോ കാണുള്ളൂ കേട്ടോ, 1/2 കിലോ. അത് മുറിച്ചപ്പം 5 പീസ് കിട്ടി. അത് പൊളിച്ച് നടുവേ മുറിച്ചപ്പോൾ 10 പീസ് കിട്ടി, 10 കഷ്ണം. അപ്പോൾ എനിക്കത് മതി, നല്ല കപ്പയാണ്. ചിലർക്ക് ഇഷ്ടം പോലെ ഇല്ല. പിന്നെ ഇതിനകത്ത് ഇവിടെ നല്ല എരിവുള്ള ചമ്മന്തി അരികയാണ് നല്ല കുറച്ചുകൂടെ തിന്നും. ഇനി ഇരുമ്പുളി ഉണ്ടെങ്കിൽ അത് പറിച്ചു കൊണ്ടുവന്നിട്ട് അല്ല കാന്താരി പച്ചമുളകൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ചതയ്ക്കണം, കറിവേപ്പിലയൊക്കെ ഇട്ട് ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരച്ച ഇരുമ്പുളി ചമ്മന്തി ഭയങ്കര രുചിയാണ്. ഇവിടെ ഇരുമ്പുളിക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ചില നാട്ടിലൊന്നും ഇരുമ്പുളി വേണ്ട, ഇവിടെയൊക്കെ ഇരുമ്പുളി നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ പഴുത്ത കാന്താരി ആണ്. ഇതൊക്കെ ഭയങ്കര എരിവാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിന്നാവുള്ളൂ കേട്ടോ. കാന്താരിയൊക്കെ നമ്മൾ ഉപയോഗിക്കണം ഇഷ്ടം പോലെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രോഗമില്ല, പഴുത്ത കാന്താരിയാണ്. ഇതൊക്കെ ഇങ്ങനെ തിന്നാനായിട്ട് ഒരു പരിക്കണം. ചിലക്ക് എരിവാന്നൊക്കെ പറഞ്ഞാൽ മാറും, പക്ഷേ എനിക്ക് എരിവ് നന്നായിട്ട് വേണം. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് രാവിലെ ഏതെങ്കിലും കപ്പയാക്കണം കേട്ടോ. കപ്പ നല്ലതാണ്, കപ്പയും മീൻ കറിയും. അപ്പം മീൻ ചാറൊക്കെ കൂട്ടിയോട്ട് കപ്പ തിന്നപ്പം നല്ല ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ കട്ടൻ കാപ്പിക്ക് മധുരം ഇടരുത്. നീ കട്ടൻ കാപ്പിയാണെങ്കിൽ അതിനും മധുരം ഇടരുത്, ലൈറ്റായിട്ട്. ഇനി തേയിലയാണെങ്കിലും തീരെ ലൈറ്റായിട്ട് മധുരം ഇടാതെ അങ്ങനെ വേണം ഉപയോഗിക്കാൻ. അത് നല്ല സുഖം കിട്ടും. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും
ഞാൻ രാവിലെ കപ്പ തിന്നു. എല്ലാവർക്കും പ്രഭാത ആശംസകൾ പറയുന്നു. കപ്പ തിന്നാനായിട്ട് നിങ്ങളെ അടുത്തായത് ഞാൻ ക്ഷണിച്ചതിനെ തന്നതിന്. ഇപ്പോൾ ഇത്ര അകലെ ആയതുകൊണ്ട് കപ്പ തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം മേടിച്ച് കപ്പയും നല്ല ചമ്മന്തി കട്ടൻ കാപ്പി മീൻ കറിയോട് കൂട്ടി കഴിക്കണം കേട്ടോ.